ഏകദേശം ഒരു വർഷം മുമ്പ് റോമാലേഖനം 4-ാം അധ്യായത്തെ അധികരിച്ച് ഞാൻ നിങ്ങളുടെ മധ്യേ ഒരു ദൈവവചനത്തിൽ നിന്നുള്ള ഒരു ആലോചന പങ്കുവെക്കുകയുണ്ടായി. റോമാലേഖനം 4-ാം അധ്യായം വരെ അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും അനുഗ്രഹീതനായ ദൈവസഭയെ ഈ നൂറ്റാണ്ടുകളെല്ലാം ഉറപ്പിച്ച് നിർത്തുവാനായി ദൈവം ശക്തമായി എഴുന്നേൽപ്പിച്ച ഒരു ദൈവദാസനായിരുന്നു. പൗലോസിനെ കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്, എൻ്റെ പ്രിയ സഹോദരനായ പൗലോസ് ഈ കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ വചനത്തിൽ, തൻ്റെ ലേഖനങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് ദൈവം തനിക്ക് നൽകിയ ജ്ഞാനവും ദൈവം തനിക്ക് നൽകിയ ദൈവകൃപയും ദൈവസഭയെ ഉറപ്പിക്കുവാനായി ദൈവം ഉപയോഗിച്ച ദൈവദാസനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഒരു വ്യക്തിയെ ദൈവസഭയിൽ എഴുന്നേൽപ്പിച്ചില്ല എങ്കിൽ ശക്തന്മാരായ അപ്പോസ്തലനായ പത്രോസിനു പോലും തെറ്റിയ വിഷയങ്ങളിൽ പത്രോസ് ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. എന്നാൽ അന്നത്തെ യെരുശലേമിലെ സഭയുടെ സമ്മർദ്ദത്തിൽ ജാതി പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവര് ദൈവകൃപയിൽ വന്നാൽ മാത്രം പോരാ, പരിച്ഛേദന കൂടെ ഏൽക്കണം എന്നുള്ള ഒരു വിഷയത്തിൽ പത്രോസ് പോലും വളരെ പ്രശ്നമായിപ്പോയി. ബർന്നബാസിനെയും കൂടെ പിടിച്ചു. അപ്പോൾ പത്രോസിൻ്റെ മുഖത്ത് നോക്കി ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ ഈ വിഷയത്തിൽ കപടം കാണിപ്പാൻ പാടില്ല. കപടം, അതാണ് ഹിപ്പോക്രസി. പത്രോസിനോട് പറഞ്ഞതാണ്. എന്തിനു വേണ്ടി? സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി. പൗലോസ് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഈ കാര്യം എനിക്ക് പത്രോസിനോട് പ്രയാസം ഉണ്ടായിട്ടല്ല, സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. ആ വിഷയത്തിൽ ദൈവം കൊടുത്ത ജ്ഞാനത്തിൽ പൗലോസ് ആ വിഷയത്തെ തിരുത്തിയത് കൊണ്ടാണ് ജാതികളായ നമുക്ക് പോലും പരിച്ഛേദനയില്ലാതെ വിശ്വാസത്തിൻ്റെ വാക്കുവാക്കുകളായിരിക്കാനിടയായത്. ഹല്ലേലൂയ. റോമാലേഖനം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള വിഷയം വളരെ സവിസ്തരം വിവിധ നിലയിലുള്ള ആർഗ്യുമെൻ്റ്, വാദഗതികൾ ഉപയോഗിച്ച് പൗലോസ് ശക്തിയുക്തം വിശ്വാസ സത്യങ്ങളെ എതിർക്കുന്നുണ്ട്, പ്രതിരോധിക്കുന്നുണ്ട്. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ തിയോളജി ഭാഷയിൽ ദൈവശാസ്ത്രപരമായിട്ട് പൊളമിക്കാണ്. POLEMIC, ദുരുപദേശങ്ങളെ എതിർക്കുന്ന അധ്യായങ്ങളാണ്. അതിന് തുടർന്നുള്ള 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ അപ്പോളജറ്റിക്കാണ്, പ്രതിരോധിക്കുന്നതാണ്. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിലുള്ള പ്രതിപാദ്യ വിഷയം വിശ്വാസം, നീതീകരണം എന്നുള്ളത് അനേകം പ്രാവശ്യം എടുത്തെടുത്ത് പറയുമ്പോൾ 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താലുള്ള ജീവിതം, ആത്മാവിനാലുള്ള നടത്തിപ്പ്, ഹല്ലേലൂയ, ദൈവകൃപ, ദൈവസമാധാനം, ദൈവസ്നേഹം, ഇവയെക്കുറിച്ച് ഊന്നി പറയുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന താല്പര്യമനുസരിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ പാസ്റ്റർ PB തോമസ് വിശ്വാസത്തിൻ്റെ നീതീകരണത്തെക്കുറിച്ചും വിശ്വാസ ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ആ വിഷയത്തോടെ സപ്ലിമെൻ്റ് ചെയ്യുന്ന നിലയിൽ ഒരു വിഷയം നിങ്ങളോട് പങ്കിടുവാനാണ് ഞാൻ ദൈവകൃപയിൽ ഇന്ന് പകൽക്കാലം ശരണപ്പെടുന്നത്. വിശ്വാസത്താൽ മാത്രം നീതീകരണം. മതനവീകരണം ദൈവസഭയിലുണ്ടായപ്പോൾ അതിന് ആധാരമായി മതനവീകരണകർത്ത റിഫോർമേഴ്സ്, മാർട്ടിൻ ലൂതർ പോലെയുള്ള റിഫോർമേഴ്സ് ആധാരമായി ഉപയോഗിച്ച പുസ്തകമാണ് റോമാലേഖനം. ഈ റോമാലേഖനത്തെ ആസ്പദമാക്കിയാണ് മതനവീകരണം സഭയിലുണ്ടായപ്പോൾ സകല ദുരുപദേശങ്ങളെയും എതിർത്തുകൊണ്ട് 5 മാത്രകൾ മാത്രമേ, 5 അലോൺസ് ഫോർ സാൽവേഷൻ, രക്ഷയ്ക്ക് 5 കാര്യങ്ങൾ മാത്രം മതി. വചനം മാത്രം, വിശ്വാസത്താൽ മാത്രം, കൃപയാൽ മാത്രം, ക്രിസ്തുവിൽ കൂടെ മാത്രം, മഹത്വം ദൈവത്തിന് മാത്രം. ഇതിൻ്റെ അപ്പുറം ഒരു പ്രമാണമില്ല.
ഹല്ലേലൂയ. വചനമല്ലാതെ ഒരു പാരമ്പര്യത്തിന് രക്ഷിപ്പാൻ കഴിയുകയില്ല. ക്രിസ്തുവിലുള്ള രക്ഷ നാം വിശ്വാസത്താൽ കൈവശമാക്കുന്നതാണ്. ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് നാം ദൈവമക്കളായി തീരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ദൈവം വേറൊരുത്തരെ വിട്ടുകൊടുക്കുന്ന ദൈവമല്ല. ദൈവത്തിനല്ലാതെ യാതൊരു വ്യക്തിക്കോ യാതൊരു യുക്തിക്കോ യാതൊരു പ്രസ്ഥാനത്തിനോ നമ്മൾ സ്തുതികരേറ്റുവാനോ മഹത്വമർപ്പിപ്പാനോ ഇടയായി തീരരുത്. പ്രൈസ് ഗോഡ്. പൗലോസിൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതാണ്, വായിപ്പാനും ഗ്രഹിപ്പാനും പ്രയാസമുള്ളതാണ്. എന്നാൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഗ്രഹിപ്പിക്കേണ്ടതിനായിട്ട് നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവസന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് അടുത്ത് വന്ന് ചില കാര്യങ്ങൾ നമുക്കിൽ നിന്ന് ഗ്രഹിപ്പാൻ ഇടയായി തീരട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതിനാസ്പദമായി അവർ അൺഡിഫീറ്റബിൾ വിക്ടറി ഇൻ ക്രൈസ്റ്റ്, തോൽപ്പിക്കാൻ കഴിയാത്ത ക്രിസ്തുവിൽ ഉള്ള നമ്മുടെ ജയം ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരു പ്രസ്ഥാനത്തിനോ ഒരു ഗ്രൂപ്പിനോ തോൽപ്പിച്ച് കഴിയാൻ കഴിയാത്ത ക്രിസ്തുവിലുള്ള വിജയം ദൈവം നമുക്ക് ക്രിസ്തുവിൽ കൂടെ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതിന് ആധാരമായി റോമാലേഖനം 8-ാം അധ്യായം 31 മുതൽ 39 വരെയുള്ള വേദഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പത്രോസിൻ്റെ ലേഖനങ്ങൾ നാം പഠിക്കുമ്പോൾ താൻ പല നിലയിലുള്ള റെട്ടറിക്ക് വാദഗതികൾ താൻ ഉപയോഗിക്കാറുണ്ട്. ഈ വേദഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റൈലിലാണ് താൻ തൻ്റെ വാദഗതികൾ നിരത്തുന്നത്. റെട്ടറിക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുമുണ്ട്. വളരെ സൂക്ഷിച്ചു വായിച്ചില്ല എങ്കിൽ നമുക്ക് തെറ്റിപ്പോകുവാൻ ഇടയുണ്ട്. സ്വരത്തിലാണ് അർത്ഥം. വാക്കുകളിൽ ഉപരിയായി സ്വരത്തിൽ അർത്ഥമുണ്ട്. ഉദാഹരണം, ഒരു പുരോഹിതൻ ഒരു ദൈവാലയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ധാരാളം വിഗ്രഹങ്ങൾ, ഇത് ലൈവിൽ പോകുന്ന മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. ധാരാളം വിഗ്രഹങ്ങൾ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പുരോഹിതൻ വായിക്കുകയാണ്. വേദപുസ്തകത്തിലെ വാക്യമാണ്, ദൈവാലയത്തിൽ വിഗ്രഹങ്ങൾക്ക് എന്തോ ഒരു യോഗ്യത. അപ്പോൾ ജനം എന്തുവാ? ആമേൻ. പൗലോസ് എന്താ പറഞ്ഞേ? പൗലോസ് പറഞ്ഞത് ഇതാണ്, സ്വരത്തിലാണ് അർത്ഥം. പൗലോസ് പറഞ്ഞത് ദൈവാലയത്തിൽ വിഗ്രഹങ്ങൾക്ക് എന്തോ ഒരു യോഗ്യത എന്ന് പറഞ്ഞ അർത്ഥം എന്നാ? ദൈവാലയത്തിൽ വിഗ്രഹത്തിന് യാതൊരു അഗ്രിമെൻറ്റും ഇല്ല, യോഗ്യതയും ഇല്ല, യോജിപ്പും ഇല്ലെന്നാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റൈലിലാണ് താൻ എഴുതുന്നത്. ഒരു 3-4 ക്വസ്റ്റ്യന് താൻ അവിടെ ഈ 31 മുതൽ 39 വരെയുള്ള വേദഭാഗത്ത് പറഞ്ഞിട്ട് അതിൻ്റെ ഉത്തരം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പ്രിലിമിനറി ക്വസ്റ്റ്യനാണ്. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? അതിൻ്റെ അർത്ഥം ഇത് സംബന്ധിച്ച് നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല.
എന്ന് പറഞ്ഞാൽ 5-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ അവസാന കൺക്ലൂഷനായിട്ട് താനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. 5-ാം അധ്യായം ആരംഭിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിച്ചതിൻ്റെ ഫലം സമാധാനം, ദൈവസ്നേഹം, നമ്മൾ പകരപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഔട്ട്ലൈൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വാട്ട് ദെൻ ഷാൽ വി സേ ഇൻ റെസ്പോൺസ് ടു ദീസ് തിങ്സ്? റെസ്പോൺസ് നത്തിങ്. ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ചും ദൈവം നമുക്കൊരുക്കിയ നീതീകരണത്തെക്കുറിച്ചും ഇനി ഒത്തിരി ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. ദൈവം ചെയ്യേണ്ടതെല്ലാം ദൈവം ചെയ്തു കഴിഞ്ഞു. അത് ഞാനും നീ വിശ്വാസത്താൽ സ്വീകരിച്ചാൽ മതി. ദൈവം നമ്മെ മുന്നറിഞ്ഞു, ദൈവം നമ്മെ മുൻനിയമിച്ചു, ദൈവം നമ്മെ നീതീകരിച്ചു, ദൈവം നമ്മെ ഹല്ലേലൂയ റബ്ബനാ 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 ഗ്ലോറിഫൈ ചെയ്തു, തേജസ്കരിച്ചു. പൗലോസിൻ്റെ തിയോളജി ഓൾറെഡി ബട്ട് നോട്ട് ടെച്ച്. നമ്മൾ തേജസ്കരിക്കപ്പെട്ടവരാണ്. അത് ഓൾറെഡി സംഭവിച്ചു, പൊസിഷണലി സംഭവിച്ചു. പൊസിഷണലി ദൈവം നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. എങ്കിലും നാം ഇന്ന് റൗലറ്റില്ല. ഈ ടെൻഷനുണ്ട്. ഓൾറെഡി ബട്ട് നോട്ട് ടെച്ച്. ഇതാണ് പൗലോസിൻ്റെ തിയോളജിയുടെ ഒരു ഒറ്റ സെൻറ്റൻസാണ്. ഓൾറെഡി ബട്ട് നോട്ട് ടെച്ച്. ഓൾറെഡി ആയി, എന്നാലേ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ദൈവം നമുക്ക് വേണ്ടി ചെയ്തെങ്കിൽ ഹല്ലേലൂയ തുടർന്നും ചെയ്യുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ 8-ന്റെ 31 മുതൽ 30 വരെയുള്ള വേദഭാഗം ഈ തീമിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് താനങ്ങ് കൺക്ലൂഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹല്ലേലൂയ, കൺക്ലൂഡിങ് പാർട്ടാണ്. അപ്പോൾ ഈ നമുക്കിത് സംബന്ധമായിട്ട് ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. ആ പ്രിലിമിനറി ക്വസ്റ്റ്യനിൽ നിന്ന് താൻ പെട്ടെന്ന് അടുത്ത ചോദ്യത്തിലേക്ക് നീങ്ങുകയാണ്. ചോദ്യം: ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? നമ്മൾ ധൃതി വെക്കേണ്ട, നമ്മൾ ശാന്തമായി ചിന്തിച്ച് പോയാൽ മതി. ഞാൻ ധൃതി വെക്കുന്നില്ല. നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നമുക്ക് ഗ്രഹിപ്പാനിടയായി തീരണം. ഇഫ് ഗോഡ് ഈസ് ഫോർ us, who can be against us? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? അതിൻ്റെ ഉത്തരം എന്നാ? നോബഡി. ഉത്തരം ഇവിടെ തന്നെയുണ്ട്. അത് നമ്മളാ പറയേണ്ടിയേ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? അതിലപ്പുറമായി അടുത്ത ഒരു ചോദ്യത്തിൽ തന്നെ താൻ അതിൻ്റെ ഉത്തരം നൽകുന്നുണ്ട്. എന്തുകൊണ്ട് ദൈവം നമുക്ക് അനുകൂലമാണ്? അവിടെ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ? ആ ചോദ്യത്തിൻ്റെ ഉത്തരം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വേറെ ഒരു റെട്ടറിക്കൽ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് താൻ നമുക്ക് നൽകുകയാണ്. ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഹല്ലേലൂയ. കർത്താവ് പിതാവായ ദൈവം ആ മേജർ പാർട്ട് ചെയ്തു, ഹാർഡ് പാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസ് ഒരു നല്ല യഹൂദനായിരുന്നത് കൊണ്ട് ഈ ലേഖനം എഴുതുമ്പോൾ തൻ്റെ മനോമുഖരത്തിൽ കൂടി കടന്നുപോയ ചിന്ത, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം പോലും ചെയ്യാത്ത ഒരു കാര്യം നമ്മുടെ ദൈവം ചെയ്തു. ലാസ്റ്റ് മൊമെൻറ്റിൽ എന്ത് ചെയ്തു? ദൈവം അവിടെ അബ്രഹാമിനെ സഹായിച്ചു. ഐസക്കിനെ സ്പെയർ ചെയ്ത് വിട്ടു. ഐസക്കിനെ യാഗം കഴിക്കേണ്ടി വന്നില്ല. എന്നാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം മുഖാന്തരം, ഹല്ലേലൂയ, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. ആ ഏൽപ്പിച്ചു തന്നു എന്നുള്ള പദം വളരെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ പ്ലീസ് can you go back to the previous slide? അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു എങ്കിൽ അതോടുകൂടെ സകലവും നൽകാതിരിക്കും. graciously, ഇംഗ്ലീഷിൽ will he not graciously give us everything we need? അവൻ നമുക്ക് ഗ്രേഷ്യസ്ലി, മലയാളത്തില്ല, ഗ്രേഷ്യസ്ലി, കൃപയോടുകൂടെ ഔദാര്യമായി
ജനറോസിറ്റി, ദാറ്റ് ഷോസ് ഡിവൈൻ ജനറോസിറ്റി. ദൈവത്തിൻ്റെ ജനറോസിറ്റി ഔദാര്യമാണ്. ദൈവം ഔദാര്യമായി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചെങ്കിൽ മറ്റേതെന്തോ ഉണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നത്, പണ്ട് സ്പർജൻ പറഞ്ഞു, ഈ ധാന്യക്കൂമ്പാരത്തിന് ടൺ കണക്ക് ധാന്യക്കൂമ്പാരത്തിൻ്റെ മേളിൽ കയറിയിരുന്ന് ഭക്ഷണത്തിനായി കരയുന്ന എലികളെ പോലെ ആകരുത് നാമം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായി കാണും. നമുക്ക് വേണ്ടതെല്ലാം ക്രിസ്തുവിൽ കൂടെ കർത്താവ് നൽകി. ഹല്ലേലൂയ. അതോടുകൂടെ ഹല്ലേലൂയ, നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി നാം പരിഭ്രാന്തരായി ഭയപ്പെട്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. അതോടുകൂടെ സകലവും നൽകുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഗ്ലോറി 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 ഗ്ലോറി. ഗ്രേഷ്യസ്ലി, അവിടെ കരിസ്മ എന്നുള്ള വാക്ക്, കാരീസ്, കൃപ എന്നുള്ള വാക്ക്, ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ വെർബൽ ഫോമാണ്. അതോട് ഗ്രേഷ്യസ്ലി തരത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനറോസിറ്റിയാണ്, ദൈവത്തിൻ്റെ ഔദാര്യമാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. അതോടുകൂടെ സകലവും ചെയ്യുവാൻ അവൻ ശക്തനായ ദൈവമാണ്. If God is for us, who can be against us? Because God did not spare his son. Next slide please. Okay. അപ്പോൾ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ ഒരു ശക്തി നമുക്ക് എതിരായി നിൽപ്പാൻ കഴിയുകയില്ല. ദൈവം തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു തന്നെങ്കിൽ അതോടുകൂടെ സകലവും നൽകി തരുവാൻ അവൻ ശക്തനാണ്. പ്രൈസ് ഗോഡ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രോഗ്രസീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ പ്രധാന ചോദ്യത്തോട് അനുബന്ധമായി നിൽക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് അടുത്തത്. പ്രോഗ്രസീവ് ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ചോദ്യം, ഹൂ വിൽ ബ്രിങ് എനി ചാർജ് അഗൻസ്റ്റ് ദോസ് ഹൂം ഗോഡ് ഹാസ് ചോസൻ. 33A. ഈ ഒരു ഔട്ട്ലൈനോടുകൂടെ നിങ്ങൾ ഭവനത്തിൽ ചെന്ന് ഈ വേദഭാഗം പഠിക്കണം. എല്ലാം എത്ര സിസ്റ്റമാറ്റിക്കായി ഓർഡർലി ആയിട്ടാണ് പൗലോസ് അതിൻ്റെ ആർഗ്യുമെൻ്റ് അവിടെ നിരത്തുന്നത്. ഇതാണ് അടുത്ത ചോദ്യം. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നോബഡി. ദൈവം തിരഞ്ഞെടുത്തവരെ ആർക്കും കുറ്റം ചുമത്താൻ കഴിയില്ല. ഹല്ലേലൂയ. അതിൻ്റെ ആൻസർ എന്താണെന്നറിയാമോ? ഉത്തരം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ. അത്ര മതി. നീതി, ഈ മലയാളത്തിൽ മിക്സപ്പ് ഉണ്ട്. നീതീകരിക്കുന്നവൻ ദൈവൻ്റെ ആൻസർ അതാ. ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നോബഡി. കാരണം നീതീകരിക്കുന്നവൻ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ നീതിയിലോ നമ്മുടെ കഴിവിലോ അല്ലെങ്കിൽ നമ്മുടെ ഭക്തിയിലോ നമ്മുടെ പുണ്യപ്രവൃത്തിയിലോ ഒന്നും ആശ്രയിച്ചല്ല നാം ദൈവസന്നിധാനത്തിൽ ആയിരിക്കുന്നത്. ദൈവം ക്രിസ്തു മുഖാന്തരം നമ്മെ നീതീകരിച്ചതാണ്, നമ്മെ ദൈവമക്കളാക്കി തീർത്തതാണ്. അവനിലുള്ള സ്നേഹം, അവനുള്ള ദൈവകൃപ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ പകരപ്പെട്ടതാണ്. അതുകൊണ്ട് ആരൊക്കെ കുറ്റം പറഞ്ഞാലും, ആരല്ല എന്തെല്ലാം പറഞ്ഞാലും, റെസ്റ്റോറേഷൻ സഭയ്ക്കെതിരായിട്ട് പറഞ്ഞാലും, നിന്റെ കുടുംബത്തിനെതിരായി പറഞ്ഞാലും, തലമുറയ്ക്കെതിരായി പറഞ്ഞാലും നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. കുറ്റം ചുമത്തുന്നവൻ ആർ ഗോഡ് ഈസ് ദി ജസ്റ്റിഫയർ. അപ്പോൾ റെട്ടറിക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഉത്തരം അതിൽ തന്നെയുണ്ട്. അതിനെ ഒന്നും കൂടെ വിശദീകരിക്കുകയാണ്. നീതീകരിക്കുന്നവൻ ദൈവമാണ്. പ്രൈസ് ഗോഡ്. ദൈവം നമ്മെ നീതീകരിക്കുമ്പോൾ ഒരു വ്യക്തിക്കോ ഒരു പിശാചിനോ ഒരു സാത്താനോ ഹാലേലി നമ്മെ കുറ്റം പറയാൻ ദൈവം അനുവദിക്കുകയില്ല. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമ്മളാരും പരിപൂർണരല്ല. നമ്മുടെ എല്ലാ ജീവിതത്തിൽ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, വീഴ്ചകളുണ്ട്. എന്നാൽ നാം ദൈവകൃപയിലായിത്തീരുമ്പോൾ മോശയുടെ ശരീരത്തിനു വേണ്ടി സാത്താൻ വാദിച്ചതായി യൂദായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട്. മോശയ്ക്ക് ആ വിഷയത്തിൽ വീഴ്ച പറ്റിയതാ. മോശ കൊലപാതകനാ.
എന്നാൽ ദൈവം അവനെ നീതീകരിച്ചു. പ്രൈസ് ഗോഡ്. അതിനെ വാദിച്ചെന്നാ കേട്ടോണം. പിശാച് ചെന്ന് വാദിക്കുക ദൈവത്തോട്. യേശുക്രിസ്തുവിൽ കൂടെ നീതീകരണം പ്രാപിച്ച ഒരു ദൈവവൈതലിനെതിരായിട്ട് ശത്രു തൻ്റെ കര ഉയർത്തുമ്പോൾ, ശത്രു വാദഗതി ഉയർത്തുമ്പോൾ അവനോട് വാദിച്ച് ജയിക്കേണ്ട കാര്യം എൻ്റെ കർത്താവിനില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ആ വാദഗതിക്കൊന്നും പോകാതെ എന്ത് ചെയ്തു? അവനെ സാത്താനെ പോ എന്ന് ഭത്സിച്ചതേ ഉള്ളൂ. റബ്യൂക്ക്. പിശാചിനോടുള്ള ആർഗ്യുമെൻറ്റിനൊന്നും പോകണ്ട. നീ ഒരു ദൈവവൈതലായി ജീവിക്കുന്നുവെങ്കിൽ പിശാച് നിന്റെ നേരെ ഉയർത്തുന്ന വാദഗതികളുടെ മുമ്പിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ച് ജയമെടുക്കുവാൻ ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതേ ഒരു സാഹചര്യം യോശുവയുടെ പുസ്തകത്തിലുണ്ട്, സെഖര്യാ പ്രവചനത്തിലുണ്ട്, 3-ാം അധ്യായം. യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രത്തിന് വേണ്ടി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയുമാണ്. അല്ലാതെ അവിടെ ഇല്ലാത്ത കാര്യം ഞാൻ പറയുന്നത്. ഈ സാത്താൻ അദ്ദേഹം മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു നിൽക്കുക, മലിനമായ വസ്ത്രം എന്നാണ് എബ്രായ ഭാഷയിൽ. മോശമായ വസ്ത്രം ധരിച്ച് നിൽക്കുകയാണ്. അവനോടും ദൈവം എന്താ ചെയ്തേ? സാത്താനെ നിന്നെ ഭത്സിക്കുന്നതിനുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നീതീകരിക്കുന്നവൻ ദൈവമാണ്. യേശുക്രിസ്തു രക്തത്താൽ കടികൾ പ്രാപിച്ചവരാണ് നാം നീതീകരിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവകൃപയിൽ വരുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നാം ദൈവകൃപയിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്. നമുക്ക് ഒന്നാമതായി എന്തുണ്ട്? ദൈവത്തോട് സമാധാനമുണ്ടായി. ഹല്ലേലൂയ. നിൻ്റെ മനസാക്ഷി നമ്മെ കുറ്റം വിധിക്കുകയില്ല. പൗലോസ് ശക്തിയുക്തം നേതാക്കന്മാരുടെ മുന്നിൽ പറഞ്ഞു, ദൈവത്തോടും മനുഷ്യരോടുമുള്ള കുറ്റമറ്റ മനസാക്ഷിയിലാണ് ഞാൻ നിങ്ങളെ ഉപദിക്കുന്നത്. ദൈവമക്കളെ, ദൈവജനമേ, നമ്മുടെ മനസാക്ഷി കുറ്റം പറയുന്ന ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബോധിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം ഏറ്റെടുത്ത് ഹല്ലേലൂയ ദൈവമായുള്ള സമാധാനം പുനഃസ്ഥാപിപ്പാനിടയായി തീരണം. ദൈവത്തോട് സമാധാനം വേണം, മനുഷ്യരോട് സമാധാനം വേണം, സഹജീവികളോട് സമാധാനം വേണം, നമ്മുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷത്തിൽ സമാധാനം വേണം. പ്രൈസ് ഗോഡ്. നമ്മൾ കുടുംബമായിട്ട്, കുഞ്ഞുങ്ങളായിട്ട്, ഭാര്യയായിട്ട്, ഭർത്താക്കന്മാരായിട്ടൊക്കെ ജീവിക്കുമ്പോൾ മാനുഷികമായ ബലഹീനതകളൊക്കെ ഉണ്ടാകാം. അസമാധാനം കൊണ്ടുവരുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ജയം പ്രാപിച്ച് സമാധാനത്തോടെ മുന്നേറുവാനിടയാകണം. അതിലെല്ലാം ഉപരിയായി നമുക്ക് നമ്മിൽ തന്നെ ഒരു സമാധാനം ഉണ്ടാകണം. സ്ഥിരമാനസൻ കർത്തരിൽ ആശ്രയിക്കുന്നുണ്ട്, ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ഹല്ലേലൂയ. നീതീകരണം പ്രാപിച്ച ദൈവജനത്തിന്, ദൈവ മക്കൾക്ക് അവരിൽ സമാധാനമുണ്ട്, അവരിൽ ദൈവസ്നേഹമുണ്ട്. അത് നമ്മളിൽ പകരപ്പെട്ട, നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വിൽ കണ്ടം us? അതാണ് ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. അടുത്ത ക്വസ്റ്റ്യനാണ്, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ശിക്ഷ വിധിക്കുന്നവൻ ആർ? ആരാ ശിക്ഷ വിധിക്കുന്നത്? നോബഡി. ആർക്കും ശിക്ഷ വിധിക്കുവാൻ, ആർക്കും അവന് വേണ്ടിയത് കിട്ടിയെന്ന് പറയുവാൻ, അവൻ്റെ നടപ്പിനനുസരിച്ച് കിട്ടിയെന്ന് പറയുവാൻ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ നാവ് പൊങ്ങരുത്. പ്രൈസ് ഗോഡ്. ശിക്ഷ വിധിക്കുന്നവൻ ആർ? വൈ? റീസൺ because Christ died, was raised and now intercedes for us. അവിടെ തന്നെ ഉത്തരവാണ്. അതാണ്, അങ്ങനെ വേണം നമ്മൾ ഡിവൈഡ് ചെയ്യുവാനായിട്ട്. ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്ന, ഇപ്പോഴും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമ്മുടെ ജീവിതത്തിൽ പാളിച്ചകൾ, പ്രയാസങ്ങൾ, ഹല്ലേലൂയ, കുറവുകൾ, കുറ്റങ്ങൾ, ബലഹീനതകൾ
ചിന്തകൾ, രഹസ്യഭാവങ്ങൾ, ഹാലേലൂയ, മറഞ്ഞിരിക്കുന്ന ഭാവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നാം മുന്നേറുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, നമ്മുടെ കർത്താവ് മരിച്ചു എന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവ് അടക്കപ്പെട്ടു എന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് പക്ഷപാതം ചെയ്യുക. നമ്മുടെ പഴയകാല ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം പാളിച്ചകൾ വന്നാലും, എന്തെല്ലാം ഘോരമായ വിഷയങ്ങൾ സംഭവിച്ചാലും, ദൈവകൃപയിൽ കടന്നു വന്ന് ആ ദൈവകൃപയിൽ തന്നെ നിലനിൽക്കുന്ന ദൈവവൈതലിനോട് ദൈവം പഴയ കാര്യങ്ങളൊന്നും അവനോട് കണക്കിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. മോശ കൊലപാതകനാ, ദാവീദ് വ്യഭിചാരിയാണ്, അപ്പോസ്തലനായ പൗലോസ് സെക്കൻഡ് ഡിഗ്രി മർഡറിൻ്റെ ഉത്തരവാദിയാണ്. കാരണം മറ്റവരെ സ്തേഫാനനെ കൊല്ലുമ്പോൾ താൻ വസ്ത്രം കാത്തോണ്ടിരിക്കുക, അദ്ദേഹം കൊലപാതകനാണ്. എന്നാൽ അറിയായ്മയുടെ കാലത്ത് പൗലോസ് പറയുന്നുണ്ട്, അറിയായ്മയുടെ കാലത്ത് ഞാനിത് ചെയ്തതായതുകൊണ്ട് കർത്താവ് അതിനോട് ക്ഷമിച്ചു. പ്രൈസ് ഗോഡ്. വ്യഭിചാരിയായ ദാവീദിനെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാക്കി തീർക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നത് പോലെ നാം പുത്രൻ മുഖാന്തരം നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, നാം നിൽക്കുന്ന ഒരു കൃപയുണ്ട്. ആമേൻ. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവം നിന്നെ ഈ കൃപയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, ദൈവം നമ്മെ ഈ ദൈവകൃപയുടെ ഭാഗമാക്കിയെങ്കിൽ, ഈ ദൈവകൃപയിൽ തന്നെ നിലനിൽക്കുവാൻ ദൈവം നമുക്ക് തരുമാറാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് അനേക ചരിത്രം അറിയാം. ശിംശോൻ്റെ മേൽ വലിയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആവാസമുണ്ടായിരുന്നു. ശൗലിൻ്റെ മേൽ വലിയ ദൈവത്തിൻ്റെ ആവാസമുണ്ടായിരുന്നു. രാത്രിയും പകലും എല്ലാം കിടന്ന് ശൗലും പ്രവാചകഗണത്തിലോ എന്ന് ചോദിച്ച് ശക്തമായ ആലോചന പറയുവാനുള്ള കഴിവ് ശൗലിൻ്റെ മേലുണ്ടായിരുന്നു. ശൗലിന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുത്, ശിംശോന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വേർപെട്ടു പോയാൽ ഞാനും നിങ്ങളും കേവലം ജഡികരായിത്തീരും. ആമേൻ, പ്രൈസ് ഗോഡ്. വളരെ ഒരു ഫിലിം പോയിൻ്റേ ഉള്ളൂ, വളരെ ഒരു നേരിയ ഇതേ ഉള്ളൂ ദൈവത്തിൽ തെറ്റിപ്പോകാനായിട്ട്. അതുകൊണ്ട് ദൈവം നമ്മെ കൊണ്ടുവന്ന ഈ ദൈവകൃപയിൽ നമുക്ക് നിലനിൽപ്പാൻ ഇടയായി തീരണം. അപ്പോൾ ഹൂ ഷാൽ കണ്ടം us? ശിക്ഷ വിധിക്കുന്നവനാണ്, ആർക്കും ശിക്ഷ വിധിപ്പാൻ കഴിയുകയില്ല. കർത്താവ് മരിച്ചു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു, കർത്താവ് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 8-9 വാക്യത്തിൽ നിന്നാണ് പൗലോസ് ഈ വാക്യം കോട്ട് ചെയ്യുന്നത്. അപ്പോൾ യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 8-9 വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്, എന്നോട് വാദിക്കുന്നവൻ ആർ? നമുക്ക് തമ്മിലൊന്ന് നോക്കാം. എൻ്റെ പ്രതിയോഗി ആര്? അവൻ ഇങ്ങു വരട്ടെ. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു, എന്നെ കുറ്റം വിധിക്കുന്നവൻ ആർ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ആമേൻ. സോ ഹൂ ഷാൽ കണ്ടം us? നോ വൺ. ആർക്കും നമ്മെ കണ്ടം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. കാരണം നമ്മുടെ കർത്താവ് മരിച്ചു, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്ലീസ് നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. ആമേൻ, പ്രൈസ് ഗോഡ്. ഇനിയും ഏറ്റവും സുപ്രധാനമായ ചോദ്യം ഇതാണ്. ദ പാരമൗണ്ട് ക്വസ്റ്റ്യൻ 35-39. ഹൂ ഷാൽ, ഇതാണ് ഈ കാര്യങ്ങളുടെ അവസ്ഥയെങ്കിൽ, who shall separate us from the love of Christ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? ഉത്തരം, റെസ്പോൺസ്, none of the possible threats. മേളിപ്പറഞ്ഞ ഒരു കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ കഴിയുകയില്ല. വൈ? റീസൺ, we are more than conquerors. ഏതൊക്കെ കാര്യമാണ് എന്നുള്ളത് വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. പ്രൈസ് ഗോഡ്. ഈ കാര്യങ്ങളൊന്നും നമ്മുടെ കർത്താവുമായുള്ള സ്നേഹത്തിൽ നമ്മെ വേർതിരിപ്പാൻ കഴിയില്ല. കാരണം നമ്മിൽ പകരപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ ആവസിക്കുന്നത് കൊണ്ട് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളെയും മുൻകാലയിൽ അഭിമുഖീകരിപ്പാൻ ആവശ്യമായ അമിതമായ ദൈവകൃപ എൻ്റെ പേരും നിൻ്റെ പേരും ദൈവം പകരുവാൻ ശക്തനാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഈ പറഞ്ഞ ലിസ്റ്റിൽ പൗലോസിൻ്റെ കഷ്ടതയെ പ്രതിപാദിക്കുന്ന ലോങ് ലിസ്റ്റ് കാറ്റലോഗ് 2 കൊരിന്ത്യൻസിൽ പറഞ്ഞിട്ടുണ്ട്. വാളൊഴിച്ച് ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ ദാസൻ കടന്നുപോയതാണ്. ജീവിച്ചിരിക്കുമ്പോൾ വാളൊഴിച്ച് അത് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും ഒക്കെ സവിസ്തരം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം താൻ കടന്നു, അതെല്ലാം അനുഭവിച്ചൊരു ആംചെയർ തിയോളജിയനായിട്ട് അല്ലെങ്കിൽ കോട്ടും സൂട്ടും ഇട്ട് ഇരുന്ന് പറയുന്ന ആളല്ല. തൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം കടന്നുപോയ ആളാണ്. അദ്ദേഹം പറയുകയാണ്, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? നോ വൺ, നോ സിറ്റുവേഷൻ, നോ ത്രെഡ്സ്. കാരണം വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. പ്ലീസ് നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. കൺക്ലൂഷൻ പ്ലീസ്. ഹല്ലേലൂയ. അൾട്ടിമേറ്റ് വിക്ടറി. Nothing can separate us from God's love because God is for us. Christ is for us. And the Spirit of God is for us. Amen. Praise God. കർത്താവ് നമുക്ക് അനുകൂലമാണ്. പിതാവായ ദൈവം നമുക്ക് അനുകൂലമാണ്. പുത്രൻ തമ്പുരാൻ നമുക്ക് അനുകൂലമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ട് വി ആർ മോർ ദാൻ കോൺകറേഴ്സ്. ജയാളിയേക്കാൾ ഉപരി. വെളിപ്പാട് പുസ്തകത്തിൽ ജയിക്കുന്നവന് എന്നുള്ള വാക്ക് എടുത്തെടുത്ത് നിക്കാവോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഗ്രീക്ക് പദം ഇവിടെ ഉപയോഗിച്ച ഹൈപ്പർ. നിങ്ങൾക്കറിയാം ഹൈപ്പർ എന്ന്, പിള്ളേർ ഹൈപ്പറാന്ന് പറയുന്നത്. ഹൈപ്പർ നിക്കാവോ, ജയാളിയേക്കാൾ ഉപരി. വേറെ ഗ്രീക്ക് പദം ഇല്ല അതിന്. നാം എല്ലാവരും ജയാളിയേക്കാൾ ഉപരിയാണ്. കാരണം പിതാവായ ദൈവം ഹല്ലേലൂയ പുത്രമുഖാന്തരം നമ്മെ നീതീകരിച്ചു. ഹല്ലേലൂയ. പുത്രമുഖാന്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെട്ടു. അവൻ നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. പിതാവ് പുത്രനെ നമുക്ക് വേണ്ടി നൽകി. തൻ്റെ പുത്രനെ ദൈവം സ്പെയർ ചെയ്തില്ല, ആദരിച്ചില്ല. ഹല്ലേലൂയ. പിതാവ് പുത്രനെ നൽകി, പുത്രൻ തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകി. നാം എന്തു പകരം ഈ ആരാധനയിൽ മടക്കി നൽകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.